ആ ബദരീങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ട ഹാരിസ റളിയല്ലാഹു അൻഹു, ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വരികയാണ്. നബിയെ, എൻ്റെ മകൻ മരിച്ചു എന്ന് എനിക്കറിയാം, എൻ്റെ മകൻ മരണപ്പെട്ടു ബദർ യുദ്ധത്തിൽ, പിന്നെ ഷഹീദായിട്ടുണ്ടെന്ന വിവരം എനിക്കറിയാം, എൻ്റെ കുട്ടി മരിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടി സ്വർഗത്തിലാണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞാൽ മതി, എൻ്റെ കുട്ടി സ്വർഗത്തിലാണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ, ആ ഉമ്മ ഹാരിസയുടെ, ഹാരിസ എന്ന സ്വഹാബിയുടെ ഉമ്മയാണ് വന്നിട്ടുള്ളത്. എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ മതി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗം എന്നുള്ളത് ഒരു തോട്ടമല്ല, സ്വർഗം എന്നുള്ളത് ഒരുപാട് തോട്ടങ്ങൾ നിറഞ്ഞതാണ് സ്വർഗം. ആ തോട്ടങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതിയിലാണ് ജന്നാത്തുൽ ഫിർദൗസ്. തീർച്ചയായിട്ടും ബദർ യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകൾ മുഴുവൻ ജന്നാത്തുൽ ഫിർദൗസിലാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീകൾ മരിച്ചപ്പോ അവര് ബർസഖ്, അങ്ങനെയാണല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബർസഖ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബർസഖാണ്. ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഒരു മനുഷ്യൻ മരിച്ചാൽ പിന്നെ പുനരുദ്ധാരണ നാള് വരെ അവൻ ബർസഖിലാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഈ ബദരീങ്ങള് അവർ ബർസഖിയായ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗീയ പക്ഷികൾ അവരെ റാഞ്ചിക്കൊണ്ടുപോയി. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ താമസിക്കുന്ന പ്രത്യേകം ചെറിയ പക്ഷികൾ അവരെ റാഞ്ചിക്കൊണ്ടുപോയി സ്വർഗീയ ലോകം ഇങ്ങനെ ചുറ്റിക്കിങ്ങനെ കറങ്ങി കാണിച്ചു കൊടുത്തു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആവർത്തിച്ച് അല്ലാഹു ഇങ്ങനെ ചോദിക്കുകയാണ് അവരോട്. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കൂടെ ഒന്ന് ഭൂമിയിലേക്ക് പോകണം. എന്തിനാ ഭൂമിയിലേക്ക് പോകണത്? ദുനിയാവിയായ ജീവിതത്തിലേക്ക് ഒന്നും കൂടെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ പോകണം. എന്തിനാ പോണത്? മാതാപിതാക്കളെ കാണാനല്ല, ഇണയെ കാണാനല്ല, മക്കളെ കാണാനല്ല, ബന്ധുമിത്രാദികളെ കാണാനല്ല, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് ഷഹീദായിട്ട് ബർസഖിലേക്ക് വന്നിട്ട് സ്വർഗീയ പക്ഷികൾ ഞങ്ങളെങ്ങനെ കൊണ്ടുപോയിട്ട് സ്വർഗം ഇങ്ങനെ ഞങ്ങൾക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു പറഞ്ഞു, അത് നടക്കൂല. ദുനിയാവ് വിട്ട് ബർസഖിലേക്ക് വന്നാൽ പിന്നെ ദുനിയാവിക്ക് ഒരു മടക്കം, ഐഹിക ജീവിതത്തിലേക്ക് പിന്നെ ഒരു മടക്കില്ല. വേറെ വല്ല ആഗ്രഹമുണ്ടോ? ഞങ്ങൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യം ഒന്ന് എന്ത് ചെയ്യണം, നീ നാട്ടിൽ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള ഞങ്ങളുടെ കുടുംബത്തിനൊന്ന് അറിയിക്കണം. അല്ലാഹ്, ഞങ്ങൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യം, ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഒന്ന് അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിലെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ പിന്നെ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാഹിക്ക് വഹി ഇറക്കുകയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംബാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംബാതാ. യുദ്ധത്തിൽ മരിച്ച ഷഹീദായ ആളുകളെ കുറിച്ച്, ആ ബദർ യുദ്ധത്തിലെ ഷഹീദുകളെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ മരിച്ചവരാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ ചാരത്താണ് അവർ ഉള്ളത്. യുർസഖൂൻ, അന്നപാനീയങ്ങൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആയത്തിറക്കി ബദരീകൾക്കുള്ള ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നു. ഇത്രയേറെ മഹത്വമുള്ള ആളുകളായി അവർ മാറി. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ അല്ലാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അവർ അതിന് റെഡിയാണ്. യുദ്ധക്കളത്തിലേക്കാണ് എങ്കിൽ അതിന് റെഡിയാണ്. ഒരു അഅറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്തു കലിമ ചൊല്ലിയിട്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, അങ്ങയുടെ കൂടെ ഹിജറ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ. മുത്തനബി പറയുകയാണ്, എനിക്ക് ഹിജറ പോകാനുള്ള സമയമായിട്ടില്ല. പ്രത്യേകം സഹാബത്തിനെ ഈ അറാബിയായ മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാകണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞയച്ചു. സഹാബത്ത് ആ മനുഷ്യനെ കൊണ്ട് ഹിജറ പോയി.
കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വേറെ യുദ്ധങ്ങളൊക്കെ വന്ന് ആ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് യുദ്ധമൊക്കെ വിജയിച്ചു. യുദ്ധത്തിൽ നിന്ന് കിട്ടിയ സ്വത്ത്, ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ വീതിക്കുമ്പോൾ ഈ അറാബിയായ മനുഷ്യനെ കാണുന്നില്ല. ഈ അറാബിയായ മനുഷ്യൻ അന്വേഷിക്കുമ്പോൾ യുദ്ധവാഹനങ്ങളെ മേക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പ്രവാചകൻ പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുകയാണ്, ആ മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഹരി നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. ആ മനുഷ്യൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സഹാബത്ത് ഈ ഗനീമത്ത് സ്വത്ത് ആ മനുഷ്യന്, അറാബിയായ മനുഷ്യന് കൊടുത്തപ്പോൾ ഇത് എന്താണ് എന്ന് ചോദിക്കുന്നു. ഇത് അങ്ങേക്ക് പ്രത്യേകം റസൂലുള്ള തരാനേൽപ്പിച്ചതാണ്. ആ മനുഷ്യൻ ആ സ്വത്ത് വാങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് പോയിട്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇത് എന്താണ് നബി എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഗനീമത്ത് സ്വത്ത് എല്ലാവർക്കും കൊടുത്തു. ഇതെല്ലാവർക്കും കൊടുത്തപ്പോൾ താങ്കളുടെ വിഹിതം താങ്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയോ, നബിയെ, ഇതൊന്നും ആഗ്രഹിച്ചു കൊണ്ടുവന്നവനല്ല ഞാൻ. ഇത് ആഗ്രഹിച്ചിട്ടല്ല അങ്ങയുടെ അടുക്കൽ വന്നിട്ട് ഞാൻ ഷഹീദായത്. ഇതാഗ്രഹിച്ചിട്ടല്ല ഞാൻ അങ്ങയുടെ കൂടെ ഹിജറ വരാൻ ആഗ്രഹിച്ചത്. ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്. തന്റെ ഹലക കാണിച്ചിട്ട്, തന്റെ തൊണ്ടക്കുഴി കാണിച്ചിട്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, ഈ തൊണ്ടക്കുഴിയിൽ വന്ന് 50 ഷഹീദാകണം നബിയെ, ഇതല്ലാതെ വേറൊരു ആഗ്രഹം എനിക്കില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ മടങ്ങിപ്പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്തൊരു യുദ്ധം വന്നു. യുദ്ധം കഴിഞ്ഞ സ്വഹാബത്തെല്ലാം കൂടെ ഒരു മനുഷ്യനെ ഏറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ്. മുത്തുനബി സൂക്ഷിച്ചു നോക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയായ മനുഷ്യനാണ്. ആ കിടക്കുന്നത് അറാബിയായ മനുഷ്യനാണ്. ആ മനുഷ്യൻ മുമ്പ് പറഞ്ഞതുപോലെ തന്റെ ഹലഖയിൽ, തന്റെ തൊണ്ടക്കുഴിയിൽ 50 ഷഹീദായി കിടക്കുന്ന കാഴ്ചയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. തന്റെ സ്വന്തം ജുബ്ബ ഊരിയിട്ട് ആ മനുഷ്യനെ കഫൻ ചെയ്തിട്ട് മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മനുഷ്യൻ റസൂലുള്ളാഹി പറയുകയാണ്, ഈ മനുഷ്യൻ ഷഹീദായതിന് അല്ലാഹ് ഞാൻ സാക്ഷിയാണ്. സ്വന്തം ജുബ്ബ കൊണ്ട് കഫൻ ചെയ്തിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഈ മനുഷ്യൻ ഷഹീദായതിന് അല്ലാഹ് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ മരണപ്പെട്ട ആളുകൾ അല്ലെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം കുറെ സമ്പാദിക്കുക, വലിയ 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 രൂപത്തിൽ ദുനിയാവ് ആഖിറം മറന്നിട്ട് ദുനിയാവിന് വേണ്ടി ജീവിക്കുക, അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ റിള. മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് വന്നിട്ട് നമ്മുടെ ചാരത്ത് വന്നിരിക്കുന്ന സമയത്ത് നമ്മളോട് പറയണം, നിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ ജീവിതം അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അഭിസംബോധനം ചെയ്തിട്ട് മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കണം. ഇത് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഏ വിശിഷ്ടമായ ആത്മാവേ, ഏ ത്വയ്യിബായ ആത്മാവേ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി നീ സ്വർഗത്തിലേക്ക് മടങ്ങിക്കൊള്ളുക. അല്ലെ, നാളെ നമ്മൾ മരിക്കാൻ കിടക്കും, നമ്മളൊക്കെ മരിക്കും അല്ലെ. മരിക്കുമെന്ന വിഷയത്തിലൊന്നും ഒരാൾക്കും സംശയമില്ല. നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഉമ്മ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ വാപ്പ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബം, നമ്മുടെ സഹോദരങ്ങൾ, അയൽവാസികൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിയപ്പോൾ അവരൊക്കെ നമ്മളോട് വിട പറഞ്ഞു പോയി. ഇന്ന് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പള്ളിക്കും നമ്മുടെ നാടിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടന്ന നമ്മുടെ മുത്തലിബ്ക്കയുടെ മക്കള് നൽകുന്ന ഒരു ഇഫ്താർ, ഒരു നോമ്പ് തുറയാണ് ഇന്ന് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കബറിടം പ്രകാശപൂരിതമാകട്ടെ. ഇവരൊക്കെ അള്ളാഹു നിശ്ചയിച്ച സമയത്തിയപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ
എത്ര ഉമ്മാണെങ്കിലും വാപ്പാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഖബറിലേക്ക് ഇറക്കി വെച്ച് പിന്നെ മണ്ണൊക്കെ ഇട്ട് മൂടി, പലകൊക്കെ വെച്ച് മണ്ണൊക്കെ വാരിയിട്ട് എല്ലാം മൂടി ഖബറാക്കിയിട്ട് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. തസ്ബീഹുൻ ചൊല്ലി നമ്മൾ തിരിച്ചു പോകും അല്ലേ? ഇതുപോലൊരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. അതിപ്പോ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കുടുംബമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇശാ ആവുമ്പോഴേക്കും നമ്മളെ ഖബറിലേക്ക് വെക്കാം. ഇപ്പൊ നമ്മൾ സ്പോട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ രാത്രി ഖബർ പിന്നെ മറവ് ചെയ്യണം, ഇസ്ലാമിന്റെ തടസ്സമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ ആ ഖബറിക്ക് വെക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വെക്കണമെന്നാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ സമയത്ത് ഇപ്പൊ നമ്മൾ മരിച്ചാൽ നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ ആരാണ്? മറ്റുള്ളവർക്കൊന്നും അറിയില്ല. നമ്മുടെ മക്കൾക്കറിയില്ല, മാതാപിതാക്കൾക്കറിയില്ല, കുടുംബത്തിനറിയില്ല, ഇണക്ക് പോലും അറിയില്ല നമ്മൾ ആരാണെന്ന് അറിയില്ല. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കും അറിയാം, നമ്മുടെ റബ്ബിനും അറിയാം. ഇവർക്കില്ലാത്ത വേറൊരാൾക്കും അറിയില്ല. നമ്മളത് ആലോചിക്ക്, നമ്മൾ അള്ളാഹിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമോ ഇല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ചേരാൻ പറ്റുമോ? നാളെ സ്വർഗത്തിലേക്ക് നമ്മൾ ക്ഷണിക്കൂ. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം സ്വർഗക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവര് പറയും, അല്ലാഹ് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കാതും കേട്ടിട്ടില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് കിട്ടി, ഇനി ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താ ഉണ്ട്? എന്താണ്? ഞാൻ ഒരിക്കലും ഇനി നിങ്ങളുടെ മേൽ കോപിക്കുകയില്ല, നിങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. സ്വർഗം കിട്ടിയിട്ട് അതിനുശേഷം അല്ലാഹുവിന്റെ റിള കിട്ടുക, അതാണ് ജീവിതത്തിലെ ഖുർആൻ പഠിപ്പിച്ച സൂറത്ത് തൗബയിൽ റിളവാനും മിനല്ലാഹ്, റിളവാനും മിനല്ലാഹ്, റിളവാനും മിനല്ലാഹി അക്ബർ. ഒരു മനുഷ്യന്റെ ജീവിതം, ആ ജീവിതം അല്ലാഹു സ്വീകരിച്ചിട്ട് അല്ലാഹുവിന്റെ തൃപ്തി അവന് കിട്ടുക എന്നുള്ളത് റിളവാനും മിനല്ലാഹ് അക്ബർ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹങ്ങൾ കിട്ടുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകൂ. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതം എന്ന് വെച്ചൊന്ന് ആലോചിക്കുക. അല്ലാഹു അത് കിട്ടാനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു മദീനയിൽ ശാന്തമായ ഒരു രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് റസൂലുള്ള അങ്ങോട്ട് ചോദിക്കണം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കണം, റബീഅ, ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? നമ്മളൊന്ന് ആലോചിക്ക്, നമ്മളോടാണ് അങ്ങനെ ചോദിച്ചെങ്കിൽ നമ്മളെന്താ പറയാ? നബിയെ, നല്ലൊരു വീടൊന്നുമില്ല, നല്ലൊരു ജോലിയൊന്നുമില്ല, പിന്നെ ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പൈസക്ക് ആവശ്യമുണ്ട് അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ പറയാ. റബീഅ പറഞ്ഞത് എന്താണെന്നറിയോ? ഉണ്ട്. എന്താണ് എൻ്റെ ആഗ്രഹം? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഈ ശാന്തമായ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ അങ്ങയുടെ ചാരത്ത് ഞാൻ ഇരിക്കുന്നത് പോലെ അസ്അലുക, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, മുറാഫഖതക ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ വരുമ്പോൾ ഇതുപോലെ അങ്ങയുടെ ചാരത്തിരിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടണം. മുത്തുനബി ചോദിക്കുകയാണ്, ഇതല്ലാത്ത വല്ല ആഗ്രഹമുണ്ടോ? ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, ഇതല്ലാതെ വേറൊരു ആഗ്രഹവും എനിക്കില്ല. റബീഅ, നീ ഒരു കാര്യം ചെയ്യ്, ധാരാളമായിട്ട് സുജൂദ് അധികരിപ്പിച്ചോ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, ഒരു അടിമ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം ആ അടിമ സുജൂദിലായിരിക്കുമ്പോഴാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഈ ഖിയാമുൽ ലൈലൊക്കെ റമദാൻ കഴിഞ്ഞാലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ നമ്മൾ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച് മരിക്കുന്ന സമയത്ത് ആ സുജൂദിന്റെ അടയാളം നെറ്റിത്തടത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി പറഞ്ഞെന്നറിയോ? നരകത്തി സ്പർശിക്കാത്ത മനുഷ്യന്റെ ശരീരത്തിലെ ഒരേ ഒരു ഭാഗം
ആ സുജൂദിന്റെ അടയാളമാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഹീദുള്ളവൻ സ്വർഗ്ഗത്തിലേക്ക് പോകും. തൗഹീദുള്ളവൻ, ശിർക്ക് ചെയ്യാത്തവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിച്ച മനുഷ്യൻ എന്ത് ചെയ്യും? സമയമായി തുടങ്ങുന്നുണ്ട്. സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകും, പിന്നെ നരകത്തിലേക്ക് പോകുന്നൊരു സമയമുണ്ട്. എപ്പോഴാണ് നരകത്തിലേക്ക് പോകുക? നമ്മൾ മരിക്കുന്ന സമയത്ത് മഗ്ഫിറത്ത് കിട്ടാത്ത ഒരു തിന്മ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, പൊറുക്കപ്പെടാത്തത് മരിക്കുന്ന സമയത്ത് ഒരൊറ്റൊരെണ്ണം ഉണ്ടായാൽ മതി. സ്വർഗം ആ സമയത്ത് നമ്മുടെ ആ ശിക്ഷയുടെ കാലാവധി കഴിയുന്നത് വരെ നമുക്ക് വിലക്കപ്പെടും. നമ്മൾ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. ആദം നബിയെ പുറത്താക്കിയത് എന്തിൻ്റെ പേരിലാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുറത്താക്കിയത് വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ മരത്തിലേക്ക് നീ അടുക്കരുതെന്ന് പറഞ്ഞു. അടുത്തു, പഴം കഴിച്ചു, അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. മഗ്ഫിറത്ത് കിട്ടാത്ത ഏതെങ്കിലും ഒന്ന് മരിക്കുന്ന, എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നോമ്പ് തുറക്കാൻ നമ്മൾ നോറ്റ നോമ്പ് അത് മുറിക്കാൻ നമ്മൾ ഉണ്ടാകോ എന്ന് പറയാൻ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതമാണ് ഈ സമയത്ത് പൊറുക്കപ്പെടാത്തതായിട്ട്. നമ്മൾ ആലോചിക്കുക, ഇന്നത്തെ ദിവസം നോമ്പെടുത്ത ദിവസം ആയിട്ട് പോലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടിട്ടില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കേട്ടിട്ടില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ സംസാരിച്ചിട്ടില്ല അല്ലേ എന്ന് പറയാം. ചിലപ്പോൾ തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും, നമ്മൾ നോമ്പിലാണല്ലോ അല്ലേ. പക്ഷെ നമ്മൾ മറ്റുള്ള ഹറാമുകൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ദിനം പ്രതി ഒരുപാട് തിന്മകൾ നമ്മുടെ പൊറുക്കപ്പെടാത്തത് ഒന്നുണ്ടെങ്കിൽ എത്ര തൗഹീദ് ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. നാളെ അതിനുള്ള ശിക്ഷ നരകത്തിൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കും. ജിബ്രീലേ, എൻ്റെ ഇന്ന അടിമ തൗഹീദുള്ളവനാണ്, ശിർക്ക് ചെയ്യാത്തവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകാത്തൊരു പ്രവർത്തനം അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യൻ, അവന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം അല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി നേരിട്ട് അവനെ പിടിക്കുകയാണ്. മുത്തുനബി പഠിപ്പിക്കുകയാണ്, ആ തൗഹീദുള്ള മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചറിയുന്നത് അവന്റെ നെറ്റിത്തടത്തിലെ നമസ്കാരത്തിന്റെ അടയാളം നോക്കിക്കൊണ്ടാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ശരീരം മുഴുവൻ നരകത്തിന്റെ തീ സ്പർശിക്കുമ്പോൾ, തിന്നു തീർക്കുമ്പോൾ നമസ്കാരത്തിന്റെ അടയാളത്തെ മാത്രം നരകത്തീ സ്പർശിക്കുകയില്ല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഅയോട് പറയുകയാണ്, റബീഅ, നിനക്ക് സ്വർഗം വേണോ, ജന്നാത്തുൽ ഫിർദൗസ് വേണോ, എൻ്റെ സമീപത്ത് വരാൻ നിനക്ക് സൗഭാഗ്യം കിട്ടണോ, ധാരാളമായിട്ട് സുജൂദ് ചെയ്യ് റബീഅ. സുജൂദ് ചെയ്ത് അല്ലാഹുവിന്റെ റിള നിനക്ക് കിട്ടണം, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് കിട്ടണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ക്ഷമയോടെ നമ്മൾ എന്ത് ചെയ്യുക, റമദാനിലും റമദാനിലല്ലാത്ത കാലഘട്ടത്തിലും അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് നമ്മുടെ ചാരത്ത് വന്നിരുന്നിട്ട് അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കണം. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമ്മളെ നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രയത്നിക്കാൻ, അതിനുവേണ്ടി ക്ഷമയോടെ മുന്നേറാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ദിക്റ് ചൊല്ലുന്നവരാണ്, ഈ ഒരു മാസത്തിൽ ഞങ്ങൾ ഖുർആൻ ഓതുന്നവരാണ്. ചെറുതും വലുതുമായി നാളെയുടെ സ്വർഗം ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നീ കബൂല് ചെയ്യണേ റഹ്മാനെ. ആദരിക്കപ്പെടുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നോമ്പുകാര് അവരുടെ വായിൽ നിന്ന് കസ്തൂരിയുടെ മണം അടിച്ചു വീശുമ്പോൾ ആ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാര് കടന്നു പോകുമ്പോൾ ആ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. 8 കവാടങ്ങളും തുറക്കപ്പെടുന്നവരുണ്ട്. മുത്തുനബി റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു വുദൂ എടുത്തിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ട് നീ ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ പോയിക്കോ എന്ന് പറയും. നാളെ പരലോകത്ത് അത്തരം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ചേരാനുള്ള തൗഫീഖ് നൽകി റഹ്മാനായ റബ്ബേ നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ. ലോകത്തിന്റെ നാനാദിക്കുകളിൽ വല്ലാത്ത ആശങ്കയിലാണ് ആളുകളെല്ലാം. യുദ്ധഭീഷണി നടക്കുന്ന സാഹചര്യത്തിലാണ് ആളുകളെല്ലാം. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, നാട്ടിലേക്ക് വരാൻ പറ്റാത്തവരുണ്ട്, നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റാത്തവരുണ്ട്. റഹ്മാനായ റബ്ബേ സൗഖ്യം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. സമാധാനം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. നിന്റെ ശത്രുക്കളെ നീ ഇല്ലാതാക്കണേ അല്ലാ. നിന്റെ ദീനിനോട് വെറുപ്പ് കാണിക്കുന്ന, വിദ്വേഷം കാണിക്കുന്ന ആളുകളെ നീ ഇല്ലാതാക്കണേ അല്ലാ. ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, ഇത് നാട്ടിലെ അമുസ്ലിങ്ങൾക്ക് നേരെയുള്ള പ്രാർത്ഥനയാണല്ലോ. അല്ല, ഒരിക്കലും ഇത് അമുസ്ലിങ്ങൾക്ക് നേരെയുള്ള പ്രാർത്ഥനയല്ല. ഖുർആൻ പഠിക്കുന്ന അമുസ്ലിങ്ങളുണ്ട്, 30 ദിവസത്തെ നോമ്പെടുക്കുന്ന പിന്നെ അമുസ്ലിങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചം ഖുർആൻ പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്ന മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളോട് പ്രത്യേകം സ്നേഹമുള്ള, ആദരവുള്ള, പ്രതിബദ്ധതയുള്ള ഒരുപാട് മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് എതിരെയുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് ഇസ്ലാമിനോട് വെറുപ്പ് കാണിക്കുന്ന, അല്ലാഹ് എന്ന വാക്ക് ലോകത്ത് ഉച്ചരിക്കാൻ പാടില്ല, ഈ ദീന് ഇസ്ലാം ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വാക്ക് ലോകത്ത് വിളിക്കപ്പെടാൻ പാടില്ല. ഇത്തരം ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കെതിരെയുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ദമ്മിർ അഅദാക അഅദാഅദ്ദീൻ. നിന്റെ ദീനിനോട് ശത്രുത കാണിക്കുന്നവരെ നീ നശിപ്പിക്കണേ അല്ലാ, നീ ഇല്ലാതാക്കണേ അല്ലാ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഇപ്പോഴും ICUവിൽ കിടക്കുന്നവരുണ്ട്, ഇപ്പോഴും വെന്റിലേറ്ററുകളിൽ കിടക്കുന്നവരുണ്ട്. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സിഹത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൊന്നുമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ ഞങ്ങളെ സ്നേഹിച്ചവരാണ്, ബർസഖ് നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, ബർസഖ് നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇണകളിൽ നീ കൺകുളിർമ നൽകണേ അല്ലാ, ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. ദുനിയാവിലും പരലോകത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി നീ മാറ്റണേ അല്ലാ. പരീക്ഷിക്കപ്പെടുന്നവരാക്കല്ല റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റഹ്മാനായ അല്ലാ, ആരോടും വെറുപ്പില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ ഈ ലോകത്തോട് വിട പറയാൻ എല്ലാവരും ഇഷ്ടപ്പെട്ട് മനുഷ്യരായി അതിലുപരി നിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ അല്ലാ, കടങ്ങളുള്ളവരാണ് ഞങ്ങൾ, കടക്കാരാക്കി നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ബാധ്യതകളുള്ളവരാണ് ഞങ്ങൾ, ബാധ്യതയുള്ളവരാക്കി നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ് സൗഭാഗ്യം ലഭിക്കാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا تقبل منا من دعائنا وصيامنا وصلاتنا وقيامنا وكل من أعمال صالحاتنا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم
انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. أقول قولي هذا واستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. والحمد لله رب العالمين. السلام عليكم ورحمة الله.